ഹായ് ഹലോ എല്ലാവർക്കും ഷെറൂസ് ഫുഡ് ഗാലറിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഏത്തപ്പഴം നിറച്ചതാണ്. പഴം നിറച്ചതെന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം. അപ്പോൾ ഇതേ വളരെ ടേസ്റ്റിയാണ്, ഉണ്ടാക്കാനും വലിയ പാടൊന്നുമില്ല. അപ്പോൾ ഇന്ന് വേണ്ടത് ഏത്തപ്പഴം. ഞാൻ ഒരു 6 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ മൈദ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഏത്തപ്പഴം നല്ല പഴുത്തത് വേണം കേട്ടോ. പിന്നെ അവല് നനച്ചത്, ശർക്കരയും തേങ്ങയും ഒരല്പം പഞ്ചസാര ഇട്ട് അവല് നനച്ചത് എടുക്കില്ലേ നമ്മൾ, അതാണിത്. പിന്നെ കുറച്ച് പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു ഉപ്പ്. ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഈ ഏത്തപ്പഴം ഉണ്ടല്ലോ, അതെ മുകളിന്ന് താഴെ വരെ കട്ട് ചെയ്യണം. അതായത് കുറച്ച് സ്ഥലം വിട്ടിട്ട് അറ്റം വരെ കട്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ താഴേക്കും കട്ട് ചെയ്യരുത്. നമുക്കിത് ഫില്ല് ചെയ്ത് വെക്കാനാണ്. അതിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ, ബാക്ക് സൈഡിൽ മുറിച്ചിട്ടില്ല ഞാൻ. ഒരു 1/4 ഭാഗം മുറിച്ചെടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മൈദ നമുക്കൊന്ന് കലക്കി വെക്കാം. എന്താ? ഓക്കെ, അപ്പം അതെ ഒരല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ പഞ്ചസാര, പിന്നെ വെള്ളം. നമ്മളിത് കലക്കുമ്പോഴുണ്ടല്ലോ കുറച്ച് തിക്കായിട്ടായിരിക്കണം. ഇഡ്ഡലി മാവൊക്കെ പോലെ കുറച്ച് തിക്കായിരിക്കണം. അതിലും കുറച്ചുകൂടി തിക്കായിരിക്കണം. ഓക്കെ, ഒരു വിസ്ക് കൊണ്ട് നമുക്കത് ഇതാക്കാം, കലക്കാം. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത്തപ്പഴം നമുക്ക് ഇതിനകത്ത് ഈ അവല് നനച്ചത് വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ നമുക്ക് ഈ പഴം ജസ്റ്റ് ഒന്ന് 2 കൈ കൊണ്ടോ ഒന്ന് അകത്തിയിട്ട് ഇതുപോലെ ഫില്ല് ചെയ്യാം. ഇത് താഴെ വരെ ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ പുറത്തൊക്കെ പറ്റി പിടിച്ചത് കളയുക കേട്ടോ. ഇതുകൊണ്ടപ്പോൾ ഞാനത് ഫില്ല് ചെയ്ത് ഇനി ഇത് സൈഡിലേക്ക് നമ്മൾ മാറ്റണം. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമ്മൾ പഴം നിറച്ചിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിൽ ജസ്റ്റ് ഇതുപോലെ മുക്കിയിട്ട്, അതായത് ഫുൾ മൈദ പറ്റണം, അതുപോലെ മുക്കിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇടുക. പിന്നെ പാകാകുമ്പോൾ എടുക്കുക, ഇത്രേ ഉള്ളൂ. അപ്പോൾ എളുപ്പമല്ലേ? നല്ലോണം പഴുത്ത ഏത്തപ്പഴം അല്ലെങ്കിൽ ടേസ്റ്റ് കിട്ടില്ല. അതാ ഞാൻ പറയാം, നല്ലതായിട്ട് പഴുത്ത ഏത്തപ്പഴം. എന്ന് വെച്ചാൽ പഴുത്തങ്ങ് തൊലി ഫുൾ കറുത്ത് അങ്ങനെ ഞെങ്ങ് കൊള്ളണ പരുവല്ല, തൊലി ഒരു പകുതി കറുത്തത്. അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക്. കണ്ടോ, ഇതിപ്പോൾ കറക്റ്റ് ആ ഭാഗത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ആ ഫില്ല് ചെയ്ത ഭാഗം കണ്ടോ, അതെങ്ങനെ ഇരിക്കും. മൈദയുടെ ഒരു ചെറിയൊരു കോട്ടിങ് കാണും. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഇത് ആയി കഴിഞ്ഞു എടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. പഴമൊക്കെ നന്നായിട്ട് വെന്ത് കാണും. കണ്ടില്ലേ? അപ്പം നമ്മുടെ പഴം നിറച്ചത് റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് നമുക്ക് വീണ്ടും കാണാം.